ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശങ്കരനാരായണൻ വേദന വിളിച്ച് പറയാണ് ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഒരു പുറത്ത് വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് കേട്ടോ ശങ്കരനാരായണൻ വേദയോട് പെരുമാറുന്നത്. അച്ഛനെ കണ്ടതിൽ വേദയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആവാണ്. അപ്പോൾ എന്തോ ഒരു രഹസ്യം വേദനയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരനാരായണൻ പറയുന്നത്. അപ്പോൾ ഞാനാണിത് പറഞ്ഞതെന്നുള്ള കാര്യം ആരോടും പറയരുത്, പ്രത്യേകിച്ച് നിന്റെ ഭർത്താവ് വിക്രത്തിനോട് ഈ ഒരു കാര്യം പറയാനേ പാടില്ല എന്ന് വേദനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് രാത്രി വേദ മുറിയിലേക്ക് വരുമ്പോൾ വിക്രം അയ്യപ്പസ്വാമിയുടെ അവിടെ ഫോട്ടോത്തിൻ്റെ അവിടെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പഴയ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുകയാണ്. അച്ഛൻ്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത് നിങ്ങളല്ല എന്ന് എനിക്കറിയാം, അത് തുറന്നു എന്നോട് പറയുമ്പോൾ അത് ചെയ്തത് ഞാനല്ല, അത് ശരി തന്നെയാണ്, പക്ഷെ അത് ചെയ്തത് ആരാണെന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, നിങ്ങളല്ല അത് ചെയ്തതെന്ന് എനിക്കറിയാം, എന്നാൽ പിന്നെ അത് ചെയ്തത് വിനായകൻ ചേട്ടനാണെന്ന് നിങ്ങൾക്ക് തുറന്നു പറഞ്ഞുകൂടെ എന്ന് പറയുമ്പോഴാണ് വിക്രം മനസ്സിലാക്കുന്നത് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് വേദ തന്നോട് സംസാരിക്കുന്നതെന്ന്. അതിനുശേഷം പറയാണ്, അന്ന് ആ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അവരെ ജാമ്യത്തിലെടുത്തത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ശ്രീകുമാർ ആണെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം. ഈ ശ്രീകുമാർ ആരാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അത് ശ്രീകാര്യ ശ്രീനിവാസന്റെ പെങ്ങളുടെ മകനാണ് എന്ന് വേദ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോഴാണ് വിക്രത്തിന് മനസ്സിലാവുന്നത് ശ്രീകാര്യ ശ്രീനിവാസന്റെ ആ ഒരു ചതി. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.